Hello guys, VIVO എന്ന കമ്പനി ഇന്ത്യയിൽ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ രണ്ട് സീരീസ് സ്മാർട്ട് ഫോൺസ് ഇറക്കിയിട്ടുണ്ടായി. വിവോയുടെ സി സീരീസും അതുപോലെ തന്നെ എസ് സീരീസും. ജി സീരീസും മെയിനായിട്ടും കോമ്പീറ്റ് ചെയ്തത് 20,000 രൂപ ബഡ്ജറ്റ് ആ ഒരു റേഞ്ചിലായിരുന്നു. ഇനി നമ്മളിപ്പം പുതിയതായിട്ട് ഒരു സീരീസൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു, യു സീരീസ് എന്ന് പറയുന്നത്. യു സീരീസ് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ബഡ്ജറ്റ് സെഗ്മെൻറ്റിലാണ്. അതായത് 10,000 രൂപ സെഗ്മെൻറ്റിലാണ് അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതിലെ ഒരു ഫസ്റ്റ് സ്മാർട്ട് ഫോണാണ് വിവോ U10 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ. ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി ഒരു വീഡിയോ ചെയ്യേണ്ട കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് എനിക്ക് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ലൊരു സ്മാർട്ട് ഫോണായിട്ടാണ് ഈ ഒരു വിവോ U10 തോന്നുന്നത്. കാരണം ഈ ഒരു സ്മാർട്ട് ഫോൺ മെയിനായിട്ടും കോമ്പീറ്റ് ചെയ്യുന്നത് റിയൽമി C2, റെഡ്മി 7, റെഡ്മി 8 അങ്ങനത്തെ സ്മാർട്ട് ഫോൺസുമായിട്ടാണ്. ഇതിൽ റെഡ്മി 8 ആണ് പുതിയൊരു ലോഞ്ച്. സെപ്റ്റംബർ 29 ഇതിൻ്റെ ലോഞ്ച് വരുന്നത്. അതിനെപ്പറ്റിയുള്ള കൂടുതലായിട്ട് ഡീറ്റെയിൽസ് നമുക്കത് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. അത്യാവശ്യം മെയിനായിട്ടുള്ളൊരു കമ്പ്യൂട്ടർ ഇപ്പം നിലവിൽ നിന്ന് റെഡ്മി 8 തന്നെയാണ് ഈ വിവോ U10. അപ്പോൾ വിവോ U10 പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ലുക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിവോയുടെ C1 പ്രോയുടെ അതേ ഒരു ലുക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബാക്കാണ് പ്ലാസ്റ്റിക് ബാക്കാണ് നമുക്ക് ലഭിക്കുന്നത്. 6.35 ഇഞ്ചിൻ്റെ ഒരു HD+ IPS ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. ഫ്രണ്ടിലായിട്ട് നമുക്കൊരു ടിയർ ഡ്രോപ്പ് നോച്ച് കാണാൻ സാധിക്കും. തിന്നൊക്കെ വളരെ ചെറുതാണ്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 89% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത്. ഓക്കെ, അപ്പം ഡിസ്പ്ലേയും ഡിസൈൻ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ബാക്കിലോ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ ഒരു 8 MB ഒരു സെൽഫി ഷൂട്ടറാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ അപ്പർച്ചർ വരുന്നത് f1.8 ആണ്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് 13+8+2 MB ഒരു സെൻസറാണ് ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ 8 MB എന്ന് പറയുന്ന അൾട്രാ വൈഡ് ആംഗിളാണ്, 2 MB ഒരു ഡെപ്ത് സെൻസിങ് ആണ്. ആദ്യത്തെ പ്രൈമറി ക്യാമറയുടെയും സെക്കൻഡറി ക്യാമറയുടെ അപ്പേച്ചർ f2.2ഉം ടെർഷറി ക്യാമറ ആയിട്ടുള്ള 2 MB f2.4ഉമാണ് ലഭിക്കുന്നത്. ഓക്കെ, ഇതിൽ നമുക്കിനി മെയിനായിട്ട് പ്രൊസസ്സറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ MI A3 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ നിങ്ങൾക്കറിയാം. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊസസ്സറായിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 665 തന്നെയാണ് നമുക്ക് ഈ ഒരു U10 ലഭിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 665 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന ഒരു പ്രൊസസ്സറാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ. ഇനി ഇതിൻ്റെ പ്രൈസിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇത് 3 വേരിയൻ്റാണ് വരുന്നത്. 3GB 32GB വേരിയൻ്റ് ഉണ്ട്, 3GB 64GB വേരിയൻ്റ് ഉണ്ട്, 4GB 64GB വേരിയൻ്റ് ഉണ്ട്. അതിൽ ആദ്യത്തെ വേരിയൻറ്റിൻ്റെ വില വരുന്നത് 8,990, രണ്ടാമത്തത് 9,990, മൂന്നാമത്തത് 10,990. അപ്പോൾ പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസിങ് ആണ്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാറ്ററി ബാക്കപ്പാണ്. 5000 mAh ഒരു ബാറ്ററി ബാക്കപ്പാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒരു 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 4.5 മണിക്കൂർ ടോക്ക് ടൈം കിട്ടുമെന്നാണ് ഈ ഒരു കമ്പനി നമുക്ക് അവകാശപ്പെടുന്നത്. അതേപോലെ തന്നെ വേറൊരു സ്മാർട്ട് ഫോൺ കമ്പനീസും പ്രൊവൈഡ് ചെയ്യാത്ത രീതിയിലൊരു 18 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്മാർട്ട് ഫോണാണ് വിവോ U10. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സെയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ ഓഫറുകളും കാര്യങ്ങളും ഉണ്ട്. ഏകദേശം എനിക്ക് 1000 രൂപയോളം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് പർച്ചേസ് ചെയ്താൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു സെക്കൻഡറി സ്മാർട്ട് ഫോൺസ് അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന സ്മാർട്ട് ഫോണാണ് വിവോ U10 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. അപ്പോൾ ഈ ഒരു വീഡിയോ എത്രമാത്രം വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുന്ന ബെല്ലിക്ക് കൂടി എന്നെ വിളിക്കുക. ഇതോടെ കാണുന്നവരെ ബൈ.